ഹായ് ഫ്രണ്ട്സ്, മൈ കാർ ഓൾ സർവീസ് കൂടപ്പുഴയിലുള്ള പുതിയ കാർ സർവീസ് സെൻ്ററാണ്. ഇന്ന് നമ്മുടെ കയ്യിൽ വന്നിരിക്കുന്നത് ഒരു റെനോൾട്ട് ക്വിഡ് വണ്ടിയാണ്. ഈ വണ്ടിക്ക് AC വർക്ക് ചെയ്യുന്നില്ല, തീരെ കൂളിംഗ് ഇല്ല എന്നാണ് കസ്റ്റമറുടെ കംപ്ലയിൻറ്റ്. അപ്പോൾ നമ്മൾ വണ്ടിയിൽ ജസ്റ്റ് ഇതിൻ്റെ പ്രഷർ ഗേജ് കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ പ്രഷർ റീഡിംഗ് ഒന്ന് ചെക്ക് ചെയ്യുകയാണ്. ഇത് സിസ്റ്റത്തിൽ ഗ്യാസ് ഉണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഇതിൻ്റെ നീഡിൽ നോക്കിയപ്പോൾ ഏതാണ്ട് ഒരു 100 PSI പ്രഷർ കാണിക്കുന്നുണ്ട്. അതായത് ഈ വണ്ടിയിൽ ഗ്യാസിൻ്റെ ഇഷ്യൂസ് ഒന്നുമില്ല, ഗ്യാസ് ഉണ്ട് വണ്ടിയിൽ. അപ്പോൾ അതിൻ്റെ വിഷയം കൊണ്ടല്ല AC വർക്ക് ചെയ്യാത്തത്. ഇനി നമുക്ക് വണ്ടിയുടെ അകത്തൊന്ന് പോയിട്ട് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എന്താണ് AC ടേൺ ഓൺ ചെയ്തിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ AC ടേൺ ഓൺ ചെയ്യാണ്. AC ടേൺ ഓൺ ചെയ്ത് നോക്കി. അപ്പോൾ നമുക്ക് ഇനി ഫ്രണ്ടിലോട്ട് പോയിട്ട് ഇതിൻ്റെ പ്രഷർ റീഡിങ്ങിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ പ്രഷർ റീഡിങ് നോക്കിയപ്പോൾ ഒരു വ്യത്യാസവുമില്ല. മുൻപ് എങ്ങനെയാണോ കണ്ടത് ആ പ്രഷർ റീഡിങ് അങ്ങനെ തന്നെയാണ്. അതായത് ഈ വണ്ടിയുടെ കംപ്രസർ വർക്ക് ചെയ്യുന്നില്ല എന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്നുകിൽ കംപ്രസർ ഫെയിലിയർ ആവാം, അതല്ലെങ്കിൽ കംപ്രസറിലേക്ക് വരുന്ന ഇലക്ട്രിക്കൽ ലൈൻസിൽ, ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ എവിടെയെങ്കിലും ഇഷ്യൂസ് ആയിരിക്കാം. അപ്പോൾ നമുക്ക് കംപ്രസർ നോക്കിയാൽ അറിയാം, നിങ്ങൾക്ക് കാണാൻ കഴിയും. അതാണ് കംപ്രസർ, ആ ബെൽറ്റ് തിരിയുന്ന ഭാഗം. അതിൻ്റെ പുറത്തൊരു പ്ലേറ്റ് പോലെ ഒരു ഭാഗമുണ്ട്, അതാണ് അതിൻ്റെ ക്ലച്ച്. ആ ക്ലച്ച് കൂടി നമ്മൾ കംപ്രസർ വർക്ക് ചെയ്യുമ്പോൾ ക്ലച്ച് കൂടി എൻഗേജ് ചെയ്തിട്ട് അത് ഒറ്റ യൂണിറ്റായിട്ട് റിവോൾവ് ചെയ്യണം. ഇവിടെ ആ ക്ലച്ച് സെപ്പറേറ്റ് ആയിട്ട് മാറി നിൽക്കുകയാണ്, അത് വർക്ക് ചെയ്യുന്നില്ല. വെറും ആ പുള്ളി മാത്രമാണ് കറങ്ങുന്നത്. അതായത് കംപ്രസർ വർക്ക് ചെയ്യുന്നില്ല എന്നർത്ഥം. അപ്പോൾ ഇത് നമുക്ക് നോക്കുമ്പോൾ ഇതാണ് ഇതിൻ്റെ ഇലക്ട്രിക്കൽ ഫ്യൂസ് ബോക്സ്. ഇതിലൊരു കംപ്രസർ റിലേ ഉണ്ട്, അതാണ് കംപ്രസർ റിലേ. ഈ റിലേ ആണ് ഈ കംപ്രസറിനെ പവർ ഓൺ ചെയ്യുന്നത്. ഒന്നുകിൽ ഈ റിലേ ഫെയിലിയർ ആവാം, അതല്ലെങ്കിൽ റിലേയിലേക്ക് വരുന്ന സപ്ലൈ ലൈൻസിൽ എവിടെയെങ്കിലും ഇഷ്യൂസ് ആയിരിക്കാം, സർക്യൂട്ടിൻ്റെ ഇഷ്യൂസ് ആയിരിക്കാം. നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം, ഈ റിലേ ഒന്ന് സ്വാപ്പ് ചെയ്തിടാം. ഇപ്പോൾ ഒരു ഹോൺ റിലേ ഉണ്ട്, നമുക്ക് ആ ഹോണൊന്ന് അടിച്ച് നോക്കാം. ഇപ്പോൾ ഹോൺ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വീഡിയോയിൽ നമുക്ക് കേൾക്കാൻ കഴിയില്ല, എങ്കിലും ഹോൺ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഹോൺ റിലേനെ നമുക്ക് സ്വാപ്പ് ചെയ്തിട്ട് കംപ്രസർ റിലേയിലേക്ക് ഒന്ന് ഇട്ട് ചേഞ്ച് ചെയ്ത് നോക്കാം, കംപ്രസർ വർക്ക് ചെയ്യുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ റിലേ റീപ്ലേസ് ചെയ്താൽ മതിയാവും. അപ്പോൾ നമ്മൾ ഹോൺ റിലേ എടുത്ത് കംപ്രസർ റിലേയിലേക്ക് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ടിക്നൊരു സൗണ്ട് കേട്ടിട്ടുണ്ട് വീഡിയോയിൽ. നമുക്ക് പ്രഷർ റീഡിംഗ് ഒന്നുകൂടി ചെക്ക് ചെയ്യാം. അപ്പോൾ നോക്കൂ, പ്രഷർ റീഡിങ് നമുക്ക് 100ൽ നിന്ന് 150 എബോവിലേക്ക് പോയിട്ടുണ്ട്. അതായത് കംപ്രസർ വർക്ക് ചെയ്യാൻ തുടങ്ങി എന്നർത്ഥം. അതായത് ഈ റിലേയുടെ ഇഷ്യൂ കൊണ്ടാണ് ഈ കംപ്രസർ വർക്ക് ചെയ്യാതിരുന്നത്. അപ്പോൾ കംപ്രസർ ഫെയിലിയർ അല്ല, കംപ്രസറിൻ്റെ ഇലക്ട്രിക്കൽ സർക്യൂട്ടിലെ കംപ്രസറിൻ്റെ റിലേ പോയത് കൊണ്ടാണ് കംപ്രസർ വർക്ക് ചെയ്യാനത്. നമുക്ക് കംപ്രസർ കാണാം. അപ്പോൾ അതിൻ്റെ ക്ലച്ച് ആ യൂണിറ്റിനോട് ഒപ്പം ചേർന്ന് തന്നെയാണ് റിവോൾവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പ്രഷർ ബിൽഡ് ചെയ്യുന്നത്. ഇപ്പോൾ എന്തായാലും വണ്ടിയുടെ അകത്ത് കൂളിംഗ് എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പ്രശ്നമായിരുന്നത് ഈ കംപ്രസറിൻ്റെ റിലേ ഫെയിലിയർ ആയിരുന്നു. ഈ റിലേ ചേഞ്ച് ചെയ്താൽ നമ്മുടെ പ്രോബ്ലം സോൾവ് ആവും. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു വെരി മച്ച്.